ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവലിൻ്റെ ബുക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ്. കൃത്യം പറഞ്ഞ പോലെ 11 മണി 11 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിനിമയുടെ ബുക്കിംഗ് തുടങ്ങി. ഇപ്പോൾ മണിക്കൂറിൽ സിനിമയ്ക്ക് 1850ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ മണിക്കൂറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് 1600 മുകളിലുള്ള ടിക്കറ്റുകളായിരുന്നുവെങ്കിൽ അത് വീണ്ടും കൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. പലയിടത്തും ടിക്കറ്റുകൾ അല്ലെങ്കിൽ തിയേറ്ററുകൾ ചാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തന്നെ പറയാം. ആദ്യ മണിക്കൂറിൽ നോക്കിയപ്പോൾ നമുക്ക് മൾട്ടിപ്ലക്സുകൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ പല തിയേറ്ററുകളിലേക്കും നമുക്ക് കാണാൻ കഴിയുന്നു. പതിവ് പോലെ തന്നെ കേരളത്തിൽ ആദ്യ ഹൗസ്ഫുൾ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ തൂക്കിയിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വനിത വിനീത തന്നെയാണ്. രാത്രി 10 മണിയുടെ ഷോ ആദ്യ മണിക്കൂറിൽ തന്നെ ഓൾമോസ്റ്റ് ഫുള്ളിലേക്ക് എത്തിയിരിക്കുന്നു. സിനിമയ്ക്ക് പല സ്ഥലങ്ങളിലും 6 ഷോകളോളമാണ് വരുന്നത്. എന്തായാലും മമ്മൂട്ടിയുടെ ഈ ഒരു തിരിച്ച് വരവ് അല്ലെങ്കിൽ ഏറെ നാളിന് ശേഷം അഭ്രപാളികളിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അത് ആഘോഷമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മലയാളികൾ എന്ന് തന്നെ പറയാം. മികച്ച സിനിമകൾ കഴിഞ്ഞ 5 വർഷത്തോളമായി സ്ഥിരമായി തരുന്ന ഏക നടൻ മമ്മൂട്ടിയാണെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകൾ 8 മാസത്തോളമായി അദ്ദേഹം അസുഖബാധിതനായി സിനിമയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു 6 മാസം മുമ്പ് നമ്മൾ പ്രതീക്ഷിച്ച ഈ ഒരു സിനിമ ഇത്ര വൈകിയെത്തിയതും എന്താണെങ്കിലും ലേറ്റായാലും ലേറ്റസ്റ്റായി തന്നെ വരുകയും അല്ലെങ്കിൽ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് ഒന്ന് കമൻസിലൂടെ പറയാം. എന്താണെങ്കിലും കളങ്കാവൽ തുടക്കം ഗംഭീരമാക്കിയിരിക്കുന്നു. സാധാരണ മമ്മൂട്ടി സിനിമകളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്ന രീതിയിലുള്ള പ്രൊമോഷൻ തന്നെയാണ് ഇക്കുറി കണ്ടത്. വലിയ രീതിയിലുള്ള കൊടുമ്പിരി കൊണ്ട പ്രൊമോഷനൊന്നും ഇല്ലെങ്കിലും എല്ലാ സ്ഥലങ്ങളിലെയും ഡിസ്ട്രിബ്യൂഷനും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റാക്കിയിട്ടാണ് സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ഇനി 4 ദിനങ്ങൾ കൂടെ മാത്രം ബാക്കി നിൽക്കുകയാണ്. ലോ ബഡ്ജറ്റിൽ വരുന്ന മമ്മൂട്ടിയുടെ ഹെവി പെർഫോമൻസ് മൂവിയാണ് ഇതെന്ന് നമുക്കറിയാം. ഇത് തട്ടുപൊളിപ്പൻ സിനിമയല്ല, ഒരു ഒരു അഭിനയ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള സ്റ്റോറി ലൈനുള്ള ഒരു ചിത്രം മാത്രമാണ് എന്നുള്ളതും അറിയാം. എന്തായാലും തുടക്കം മികച്ചതായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ആണ് ഈ ഒരു കാഴ്ചയിൽ കാണാൻ കഴിയുന്നത്. ഒപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് തരണം അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും ഗ്രേറ്റ് മീഡിയാസ്.